Okay. Hello, everyone. Good morning. Thanks, Manorama teams. ഇന്നത്തെ സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ SAP എന്നൊരു കോഴ്സ് നമ്മളുടെ ലൈഫിലെ കരിയറിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് തരുന്നു എന്നുള്ളതും എങ്ങനെയാണ് ഈ കോഴ്സ് പഠിക്കേണ്ടതും എങ്ങനെയാണ് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസും എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ സെക്ഷനിൽ ഇന്ന് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ SAP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ബിൽഡ് ചെയ്തത്, ഈ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ ഒരു അക്കൗണ്ടിങ് ഫീൽഡിൽ SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മളുടെ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് an ERP overview. Second one, introduction to SAP, basic settings in SAP FI. ആദ്യം തന്നെ നമുക്ക് ERP എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ SAP എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒരു ERP സോഫ്റ്റ്വെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ആദ്യം നമ്മൾ ERP കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ERP നോക്കി. ERP എന്ന് പറയുന്നത് എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ് എന്നാണ്. എന്താണ് എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ്? എങ്ങനെയാണ് ഒരു SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒരു എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിങ്ങിന്റെ സോഫ്റ്റ്വെയർ ആയി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ERP സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് നോക്കാം. നമ്മളുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസസ് സ്ട്രക്ചറിന്റെ ഒരുപാട് ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആ ബിസിനസ് ആക്ടിവിറ്റീസ് എല്ലാം ഇന്റഗ്രേഷൻ ചെയ്തിരിക്കുന്നത് ഒരു ആപ്ലിക്കേഷന്റെ ബേസിസിലാണ്. ഈ ആപ്ലിക്കേഷൻസിനെ എല്ലാം തന്നെ യൂസ് ചെയ്യുന്നത് ഒരു കോമൺ ഡേറ്റാ ബേസിസിന്റെ ബേസിസിലാണ്. ഈ കോമൺ ഡേറ്റാ ബേസിസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ERP അല്ലെങ്കിൽ എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ERP അല്ലെങ്കിൽ എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു കോമൺ ഡേറ്റാബേസ് ആണ്. ആ ഡേറ്റാബേസിൽ ഇന്റഗ്രേഷൻ ചെയ്തിരിക്കുന്ന ഒരു കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ അല്ലെങ്കിൽ എന്റർപ്രൈസസ് സ്ട്രക്ചറിലെ ഓരോ ബിസിനസ് ആക്ടിവിറ്റീസും റൺ ചെയ്യുന്നത് ഇതിന്റെ ബേസിസിലാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്തൊക്കെയാണ് നമ്മളുടെ ബിസിനസ് ആക്ടിവിറ്റീസ് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ദെൻ നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ഫസ്റ്റ് തിങ്ക് എന്ന് പറയുന്നത് ഫിനാൻസ് ആണ്. അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻവെന്ററി, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ്, പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് കോസ്റ്റിംഗ്, മാനുഫാക്ചറിങ് ഓർ സർവീസ് പ്രൊവൈഡിങ്, മാർക്കറ്റിംഗ് എക്സെട്ര, ഇതെല്ലാം തന്നെ നമ്മളുടെ ഓരോ ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. ഇത് മാത്രമല്ല കുറേ ഉണ്ട്. ഇതിപ്പോ ഞാനൊരു നമ്മളുടെ ഒരു മേജർ ആയിട്ട് വരുന്ന ഒരു ആക്ടിവിറ്റീസുകളെയാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മേജർ ബിസിനസ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്. ഇതെല്ലാം തന്നെ റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നത് ഒരു കോമൺ ഡേറ്റാബേസിന്റെ ബേസിസിലാണ്. അതിനെയാണ് നമ്മൾ ERP സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്റർപ്രൈസസ്? എന്റർപ്രൈസസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ തന്നെയാണ്, അല്ലെ? ഇനി എന്താണ് ഈ റിസോഴ്സസ്? എന്താണ് റിസോഴ്സസ് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, മാൻ, മണി, മെറ്റീരിയൽ. ഈ 3 റിസോഴ്സസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഒരു എന്റർപ്രൈസസ് സ്ട്രക്ചറിന്റെ ബിസിനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി പ്ലാനിങ് എന്താണെന്ന് നോക്കാം. ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ മാക്സിമം റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിങ്. നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ മാക്സിമം റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ERP സോഫ്റ്റ്വെയർസ് കൊണ്ട് നമ്മളുടെ ഇൻഡസ്ട്രിക്ക് ഇന്നത്തെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നെക്സ്റ്റ് നമുക്കൊരു 2019 ഫിനാൻസ് ട്രെൻഡ്സ് റിപ്പോർട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് 2019 മുതൽ നമ്മളുടെ ഒരു സെൻസസ് നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻസിന്റെ ട്രെൻഡ്സ് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളത്. ഫസ്റ്റ് തന്നെ മോർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി ആണ് നമ്മൾ, ഒരു MNC കമ്പനിയാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് കൂടുതലാണ്. പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, പല ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം ഇതിനെയൊക്കെ എംപ്ലോയീസിനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അവർക്കൊക്കെ എന്താണ്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ചാലഞ്ച് ചെയ്യുന്നുണ്ട്. ദെൻ ചേഞ്ചിങ് കസ്റ്റമേഴ്സ് ഡിമാൻഡ്സ്. നമ്മളുടെ കസ്റ്റമേഴ്സ് ഇൻഡസ്ട്രിയിൽ നമ്മളുടെ ഓരോ ഇയേഴ്സും കഴിഞ്ഞു പോകുന്തോറും നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ്സ് ചേഞ്ച് ആവുകയാണ്. അവർക്ക് ലൈഫ് സ്റ്റൈൽ മാറുന്തോറും അവരുടെ ഡിമാൻഡ്സും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മളുടെ എന്താണ്, നമ്മളുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്റർപ്രൈസസ് സ്ട്രക്ചറിനെ അത് സാരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജി, പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളുടെ പുതിയ പുതിയ ടെക്നോളജീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് എടുക്കുന്ന ആ ഒരു ടൈം കൊണ്ടുണ്ടാവുന്ന നമുക്ക് എക്സ്പെൻസ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഒരു ലോസസ്, ഇതൊക്കെ നമ്മൾ എന്താണ് ഒരു 2019 ഇങ്ങോട്ട് നമ്മൾ ഒരു ഫിനാൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിൽ കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥിരതയില്ലായ്മ. ബിസിനസ്സിൽ നമുക്ക് ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ ടൈം മാറുന്തോടും കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ്സ് ചേഞ്ച് ആവുന്നു. അതേപോലെ തന്നെ ടെക്നോളജീസിൽ വ്യത്യാസങ്ങൾ വരുന്നു. അതുപോലെ റെസ്പോൺസിബിലിറ്റി കൂടുന്നു. ഇതിന്റെ അഭാവത്തിൽ നമുക്ക് ചിലപ്പോൾ ഒരു സ്ഥിരതയില്ലായ്മയോ ഒരു വ്യക്തമായ ധാരണ നമ്മുടെ എന്റർപ്രൈസസ് സ്ട്രക്ചറിലെ ബിസിനസിനെ കുറിച്ച് ഇല്ലാതെ വരുമ്പോൾ അതും നമ്മളുടെ ബിസിനസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, സാരമായിട്ട് എഫക്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ വർക്ക് ഫോഴ്സ്, മാക്സിമം നമ്മൾ എംപ്ലോയീസിന് വർക്ക് ഫോഴ്സ് കൊടുക്കുന്തോറും എംപ്ലോയീസ് ഒരു പക്ഷേ ഈ എന്താണ് അവരുടെ വർക്ക് ലോഡ് കൂടുന്നതിനനുസരിച്ച് അവർ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, ടയേർഡ് ആവുന്നുണ്ട്. ചിലപ്പം ജോബ് തന്നെ റിസൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പം വർക്ക് ഫോഴ്സിന്റെ ആ ഒരു ഫോഴ്സിന്റെ ഇടയിൽ അവർ പല കാര്യങ്ങളും മിസ്സിങ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിനെ സാരമായിട്ട് എഫക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ട് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ന്യൂ റിസ്ക് ആൻഡ് ചാലഞ്ചസ്. ന്യൂ റിസ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസസ് ആണ് കൊറോണ ഇഷ്യൂസ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന നാച്ചുറൽ കലാമിറ്റീസ് ആണ്. ഇതുകൊണ്ട് നമ്മളുടെ ബിസിനസ്സിനെ സാരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇന്നിപ്പം പകുതി എന്റർപ്രൈസസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബിസിനസ് സ്ട്രക്ചറിനെ തന്നെ സാരമായിട്ട് ബാധിച്ചിരിക്കുന്ന ഒരു നാച്ചുറൽ കലാമിറ്റീസ് ആണ് ഈ ഒരു കൊറോണ ഇഷ്യൂസ്. അതിനെന്താണ്, നമ്മളുടെ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും കൂടുതൽ അല്ലാണ്ട് കുറയുന്നില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഓരോ റിസ്കസും പിന്നെ നമ്മളുടെ ചാലഞ്ചസും ഇതെല്ലാം തന്നെ നമുക്ക് നമ്മളുടെ ഫിനാൻസ് ട്രെൻഡ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ തന്നെ സാരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മളുടെ റിപ്പോർട്ട് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മെർജ് ചെയ്തിട്ട് ഇതിനെല്ലാത്തിനും തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ERP സോഫ്റ്റ്വെയർസിലെ SAP എന്ന് പറയുന്നത്. ഓക്കെ, ഫിനാൻസിന്റെ ബേസിസ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മളുടെ SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ബിസിനസ് ആപ്ലിക്കേഷൻസ്. അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നോക്കിക്കേ, ബിസിനസ് ആപ്ലിക്കേഷനിൽ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ബിസിനസ് ആക്ടിവിറ്റീസ്, ദെൻ സ്പീഡ്, ഓപ്പറേഷൻസ്, കസ്റ്റമേഴ്സ്, റിസർച്ച് ആൻഡ് എക്സ്പെക്ടേഷൻസ്. നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് എത്രത്തോളം നമ്മളുടെ ആപ്ലിക്കേഷൻസിന്റെ
അതായത് ന്യൂലി വരുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഹൈലി കോൺഫിഗറേഷൻസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ബിസിനസ്സിന് കിട്ടുന്ന ബെനഫിറ്റ്സ്, അതാണ് ബിസിനസ് ആക്ടിവിറ്റീസ്. സ്പീഡ്, നമ്മൾ വിചാരിക്കുന്ന ഒരു മാൻ പവറിന്റെ സ്പീഡ് ആയിരിക്കത്തില്ല ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഒരു ഫിനാൻസിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു മണിക്കൂർ കൊണ്ട് ചെയ്ത് ഒരു മാൻ പവർ, ഒരു എംപ്ലോയീസ് ചെയ്ത് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 1 അവർ എന്നുള്ളത് നമുക്കൊരു 5 മിനിറ്റ്സ് കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ എന്തെല്ലാം ഓപ്പറേഷൻസ് ആണ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ന്യൂലി കണ്ടെത്തുന്നത്, ആ ഓപ്പറേഷൻസ് സക്സസ് ആക്കുക, കസ്റ്റമേഴ്സിന്റെ റിസർച്ചും അവരുടെ എക്സ്പെക്ടേഷൻസും നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം തന്നെ ഫീച്ചേഴ്സ് നമ്മുടെ SAPയിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ നമുക്ക് ERPയുടെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞുവല്ലോ നേരത്തെ. ഫസ്റ്റ് തന്നെ നമ്മൾ ERPയുടെ സോഫ്റ്റ്വെയർ ആണ് SAP എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ERP എങ്ങനെയാണ് മാനുഫാക്ചറിങ്, അതായത് ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എങ്ങനെയാണ് ഓരോ ഇയേഴ്സിലും അതിന് ഓരോ കാലഘട്ടങ്ങൾ കഴിയുന്തോറും എന്തൊക്കെയാണ് അതിന് ഇന്റഗ്രേഷൻസിൽ വ്യത്യാസങ്ങൾ വന്നിരിക്കണേ എന്നുള്ളതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണുന്നത്. ശ്രദ്ധിക്കുക, 1915 ഫസ്റ്റ് തന്നെ നമ്മുടെ ERPയുടെ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്ന പ്ലാനിങ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അതായത് എന്റർപ്രൈസ് സ്ട്രക്ചറിലെ ഇൻവെന്ററീസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്റ്റോക്ക്, നമ്മൾക്ക് ഉണ്ടാവുന്ന സ്റ്റോക്കിനെ പ്ലാൻ ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമായിരുന്നു ERPയിൽ ഫസ്റ്റ് 1915 ഉണ്ടായിരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇൻഡസ്ട്രിയിൽ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിന്റെ ചേഞ്ചസ്, അവരുടെ ഡിമാൻഡ്സ് ചേഞ്ച് ആവും തോറും, അവരുടെ ഡിമാൻഡ്സും നീഡ്സും ഒക്കെ കൂടുന്തോറും ഓരോ അവരുടെ ഡിമാൻഡ്സിന്റെ അനുസരിച്ച് നമ്മളുടെ ഈ സോഫ്റ്റ്വെയർസിൽ ഓരോ ഫീച്ചേഴ്സ് ഇന്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന് 1916 to 1970 മെറ്റീരിയൽ മാനേജ്മെന്റ് അഥവാ MRP കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇവിടെ ജസ്റ്റ് നമ്മളുടെ മെറ്റീരിയൽ മാനേജ് ചെയ്യുക, ആദ്യം തന്നെ പ്ലാൻ ചെയ്തു അതിനെ മാനേജ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ വന്നത്. അതിനുശേഷം നമുക്ക് ഈ മെറ്റീരിയലിനെ നമുക്കൊരു ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്തിട്ട് അതിനെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് മാറ്റിയിട്ട് സെയിൽ ചെയ്യണം, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റും നീഡ്സും കസ്റ്റമേഴ്സിന്റെ ആവശ്യകതയൊക്കെ മുന്നോട്ട് വന്നപ്പോൾ 1980 to 1990 മാനുഫാക്ചറിങ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. അതായത് MRP2 കൺസെപ്റ്റ് എന്ന്. നമ്മളുടെ മെറ്റീരിയലിനെ പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ മാനേജ് ചെയ്യുക, ഇത്രയും ചെയ്തു വെച്ചിരിക്കുന്ന ഈ കൺസെപ്റ്റിൽ നിന്നിട്ട് ആ മെറ്റീരിയലിനെ എങ്ങനെയൊക്കെ നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാം എന്നുള്ളതിന്റെ റിസോഴ്സസ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള റിസോഴ്സസ് കണ്ടുപിടിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു 1980 to 1990 ആ ഒരു ഇയറിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അത് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി ഈ 1992 to 2000 മുതലുള്ള ഇയറിൽ വീണ്ടും ഈ ഒരു കോൺസെപ്റ്റ്, അതായത് MRP2 കൺസെപ്റ്റില് വീണ്ടും കുറച്ച് കാര്യങ്ങൾ അവിടെ ഒരു ഫിനാൻസിന്റെയും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിന്റെയും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അതുപോലെ ഹ്യൂമൻ റിസോഴ്സസ് ഇങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ എല്ലാ പാനലിന്റെ വരുന്ന എല്ലാ സെക്ഷനും ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫുൾ ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്തത് 2000 അപ്പൊ 2000 തൊട്ട് ഓൾമോസ്റ്റ് കമ്പനീസ് എന്റർപ്രൈസസ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അവിടെ നമുക്ക് എന്താണ് ഗുണകരമായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മെറ്റീരിയലിനെ പ്ലാൻ ചെയ്യാനും അതിന്റെ കൺട്രോൾ ചെയ്യാനും പർച്ചേസിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസിന് നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ച് മാനേജ് ചെയ്യാനും, അതുപോലെ തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിനെ നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് കണ്ടെത്താനും, അതുപോലെ തന്നെ ഈ ഒരു മാനുഫാക്ചറിങ് കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിനെ നമുക്ക് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യാനും അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വളർന്നു കഴിഞ്ഞു. ഇതാണ് ERPയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം
നമുക്ക് ERP കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, നേരത്തെ ഫസ്റ്റ് ഞാൻ ERPയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു കോമൺ ഫാക്ടർ ആണ്, അല്ലെങ്കിൽ കോമൺ ഡേറ്റാബേസിന്റെ ബേസിസ് ആണ് നമുക്കുള്ളത്. ഇവിടെ ERP എന്ന് പറയുന്ന ഒരു കോമൺ ഡേറ്റാബേസ് ആണ് ഇവിടെ കാണുന്നത്. അതിന് നമ്മുടെ ഇൻവെന്ററി, പ്രൊഡക്ഷൻ, HR, ഡെലിവറി, B1 സെയിൽസ്, എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ, പ്ലാനിംഗ്, പർച്ചേസ്, അങ്ങനെ സെവറൽ ആയിട്ട് വരുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസ്, ഈ ബിസിനസ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇന്റഗ്രേറ്റഡ് ആയിരിക്കുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ERP അല്ലെങ്കിൽ എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഡേറ്റാബേസിന്റെ ബേസിസിലാണ്. അതാണ് നമ്മുടെ ഇവിടെ പിക്ചറിൽ കാണിക്കുന്നത്. നമ്മുടെ എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസും ERP എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ ERPയുടെ സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തത്. ഇത് നോക്കിക്കേ, മേജർ ERPs സോഫ്റ്റ്വെയർസ്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിലെ ഡൈനാമിക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് ആണ് മേജർ ആയിട്ട് നമ്മളുടെ ERPയുടെ സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ IBM, ഒറാക്കിൾ, സേജ്, ഒബിയസ്ലി നമ്മളെല്ലാം ഇത് ഒരു കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് SAP SE. SAP SE എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ സെവറൽ ബിസിനസ് സോഫ്റ്റ്വെയർസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് തന്നെ SAP ബിസിനസ് വൺ. നമുക്ക് SAP ബിസിനസ് വൺ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ സ്കെയിൽ കമ്പനീസ്, അതായത് വളരെ കുറഞ്ഞ വരുമാനമുള്ള ഒരു കമ്പനീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനെ ആയിട്ടാണ് നമ്മളുടെ SAP ബിസിനസ് വൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് SAP ബിസിനസ് ബൈ ഡിസൈൻ, അതുപോലെ SAP ബിസിനസ് ഓൾ ഇൻ വൺ എന്ന് പറയുന്ന ഓപ്ഷൻസ്, രണ്ട് ബിസിനസ് സോഫ്റ്റ്വെയർസും കൂടി അവർ ബിൽഡ് ചെയ്തു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം സ്കെയിൽ കമ്പനീസിന് വേണ്ടിയിട്ട്, അതായത് തീരെ ചെറുതല്ല, ഒരുപാട് വൈഡുമല്ല, ഒരു മീഡിയം ആയിട്ട് നിൽക്കുന്ന ആ കമ്പനീസ് അല്ലെങ്കിൽ എന്റർപ്രൈസസ് സ്ട്രക്ചറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ രണ്ട് സോഫ്റ്റ്വെയർ നമ്മുടെ SAP കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് നമ്മളിപ്പം അതായത് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്ന മൈ SAP അല്ലെങ്കിൽ SAP ബിസിനസ് സ്യൂട്ട് എന്ന് പറഞ്ഞ ലാർജ് സ്കെയിൽ കമ്പനീസുകൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്തായിരിക്കണം, ഒരു MNC കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കമ്പനി, ആ ലെവലിലുള്ള ഒരു കമ്പനീസിനെ മാത്രം അല്ലെങ്കിൽ എന്റർപ്രൈസസ് സ്ട്രക്ചറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈ SAP എന്ന് പറയുന്നത്. ഈ SAPയുടെ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഓരോരുത്തരും പഠിക്കാൻ പോകുന്നത്. ഇനി ഈ SAP എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസുകൾ യൂസ് ചെയ്യുന്ന മൈ SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ രണ്ട് രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, കോൺഫിഗറേഷൻ ലെവൽ, അതായത് കൺസൾട്ടന്റ് ലെവലിൽ നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാം. രണ്ട്, SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആസ് എ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇതിന് രണ്ട് രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു തരാം. ഒന്ന്, നമുക്ക് SAPയിൽ കോൺഫിഗർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല. നമുക്ക് എന്താണോ ഒരു കസ്റ്റമേഴ്സിന്റെ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ ആവശ്യം അനുസരിച്ച് നമ്മളുടെ SAPയിലെ സോഫ്റ്റ്വെയർ നമ്മൾ കോൺഫിഗർ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്, അതായത് കൺസൾട്ടന്റ് ലെവൽ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ കോൺഫിഗർ ചെയ്ത് കൊടുത്തിട്ടുള്ള സോഫ്റ്റ്വെയറിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്ന ഫീൽഡാണ് സെക്കൻഡ് ഞാൻ പറഞ്ഞത്, ആസ് എ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിന് ഒരു 2 crore ഒക്കെ എബോ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ബിസിനസ് അല്ലെങ്കിൽ മൈ SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇത് ഏകദേശം ഒരു കൺസൾട്ടന്റ് ലെവലിൽ ഗ്ലോബലി സർട്ടിഫൈഡ് ആയിട്ടുള്ള കൺസൾട്ടന്റുമാര് വളരെ നാളുകൾ ഇതിനു വേണ്ടി റിസർച്ച് ചെയ്ത് കസ്റ്റമേഴ്സിന്റെ നീഡ്സിന്റെ ബേസ് ചെയ്ത് ഇതിന്റെ അകത്തെ കോൺഫിഗറേഷൻ സ്റ്റെപ്സ് ഐഡന്റിഫൈ ചെയ്ത് അത് ഡിസൈൻ ചെയ്ത് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്നത് വരെയുള്ള പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ കൺസൾട്ടന്റ് ലെവൽ എന്ന് പറയുന്നത്.
ഈ കോൺഫിഗറേഷൻ ചെയ്തിട്ടുള്ള മോഡിൽ നിന്നിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ എന്താണോ, ഇപ്പൊ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്, അവിടെ പർച്ചേസ് വരുന്നുണ്ടാവും, സെയിൽസ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും, അതുപോലെ തന്നെ പല പല ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടാവും. അപ്പൊ ഈ ആക്ടിവിറ്റീസിലെ എല്ലാത്തിന്റെയും പ്രോസസ്സിങ് എൻഡ് യൂസർ ലെവലിലായിരിക്കും നമ്മൾക്ക് വർക്ക് വരുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയറിനെ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ SAPയുടെ മേജർ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് SAP എന്താണെന്നുള്ളത് നോക്കാം. SAP എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ SAPയുടെ ഇതിലേക്ക് പോവുക കേട്ടോ. SAP ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. SAP എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജർമ്മൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മളുടെ ജർമ്മനിയിലുള്ള SAP SC എന്ന് പറയുന്ന കമ്പനി ബിൽഡ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു MySAP എന്ന് പറയുന്നത്. SAPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സിസ്റ്റം ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് എന്നാണ്. ഇനി അതിന്റെ മുകളിൽ കാണുന്നത് നമ്മളുടെ ജർമ്മൻ വേർഡ് ആണ് കേട്ടോ. ഈ സിസ്റ്റം ആപ്ലിക്കേഷൻ ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ഡാറ്റ പ്രോസസ് എന്ന് പറയുന്നതിന്റെ ജർമ്മൻ വേർഡ് ആണ് നമുക്ക് ഈ മുകളിൽ കാണാൻ പറ്റുന്നത്. ഇനി ജർമ്മനിയിലെ മൾട്ടിനാഷണൽ കമ്പനീസ്, അത് 1972 ജർമ്മൻ മൾട്ടിനാഷണൽ കമ്പനീസ് നമ്മളുടെ ERP സോഫ്റ്റ്വെയർസിന്റെ ബേസിസിൽ ക്രിയേറ്റ് അല്ലെങ്കിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് SAP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ERPയുടെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി. നമ്മളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ഫങ്ഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസ് ഒരു കോമൺ ഡേറ്റാ ബേസിസിലാണ് റൺ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം SAP ഓൾസോ എന്ത് തന്നെയാണ്, ഒരു കോമൺ ഡേറ്റാ ബേസിസിലാണ് ആ ബിസിനസ് ആക്ടിവിറ്റീസ് ഫുള്ള് നടക്കുന്നത്. അങ്ങനെ വരുമ്പം SAPയിലെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് എന്തെല്ലാം ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ടോ അതെല്ലാം തന്നെ ഒരു കോമൺ ഡേറ്റാ ബേസിസിലായിരിക്കും റൺ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഏതാണ്ട് 4,25,000ഓളം കസ്റ്റമേഴ്സ് ഇൻ 180 കൺട്രീസിൽ നമുക്ക് SAPക്ക് തന്നെ ഇന്ന് നിലവിൽ നിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഈ 5 IBM മെമ്പേഴ്സ് എല്ലാവരും ജർമ്മൻ ആൾക്കാരാണ്. ജർമ്മനിയിലുള്ള ഈ 5 പേരാണ് SAP എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ERPയുടെ കൺസെപ്റ്റിന്റെ ബേസിസിൽ നമ്മുടെ SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ ഫൗണ്ട് ചെയ്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളുടെ SAPയുടെ ഫസ്റ്റ് ക്ലയൻസ് ആണ് ഈ ഫസ്റ്റ് ക്ലയന്റ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇംപീരിയൽ കെമിക്കൽ ഇൻഡസ്ട്രീസ്. ഈ ഇംപീരിയൽ കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഫസ്റ്റ് തന്നെ SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കൺസെപ്റ്റ് യൂസ് ചെയ്തത്. അവരാണ് ആദ്യം തന്നെ നമ്മളുടെ ലോകത്തിൽ ഫസ്റ്റ് SAP എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തത്. അവരാദ്യം ഈ കൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അവരുടെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ എന്തൊക്കെ പ്രോസസ്സിംഗിനാണ് ഈ SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അക്കൗണ്ടിങ്ങിനും അവിടുത്തെ എംപ്ലോയീസിന്റെ പേറോള് പ്രോഗ്രാമിംഗ് ചെയ്യാനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ പഞ്ച് കാർഡ്സ്, ഇവരാണ് ആദ്യം തന്നെ പഞ്ച് കാർഡ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് SAPയുടെ സോഫ്റ്റ്വെയർ വഴി കൊണ്ടുവന്നത്. അപ്പൊ ഈ പഞ്ച് കാർഡ്സിന്റെ ഡേറ്റാസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ റിയൽ സിസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷനിലേക്കും ഇവർ ഈ ഒരു 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് വന്നത്. അപ്പൊ നമുക്ക് ഈ ആദ്യത്തെ 2 കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിലെ ഓരോ സ്റ്റാഫ്സിന്റെയും പേറോള് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ദെൻ ഏതൊക്കെ എംപ്ലോയീസിന്റെ അറ്റൻഡൻസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ച് കാർഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്തു. ഇനി റിയൽ ടൈം സിസ്റ്റം എന്നുള്ള ഒരു ഓപ്ഷൻ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് ബ്രീഫ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ റിയൽ ടൈം എന്ന് പറയുന്ന ഓപ്ഷന് തന്നെ നമുക്ക് R/3 എന്നുള്ള ഒരു അതായത് SAP R/3 എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അതില് എന്താണ് ഈ R/3? ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം, ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് റിയൽ ടൈം
3 ടയർ ഡേറ്റ പ്രോസസ്സിംഗ് എന്നാണ് ഈ R/3 എന്നുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ SAP എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില് R/3 എന്ന് പറയുന്ന 3 ടയർ ഡേറ്റ പ്രോസസ്സിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതായത് ഒരു ഡേറ്റാബേസ് ഉണ്ടാവും, ആപ്ലിക്കേഷൻ ഉണ്ടാവും, അവിടെ ഒരു ക്ലയന്റ് ഓർ പ്രസന്റേഷൻ, ഈ 3 ലെയേഴ്സും അവിടെ ഉണ്ടാവും. ഈ 3 ലെയേഴ്സിന്റെ ബേസിസിലാണ് R/3 അല്ലെങ്കിൽ 3 ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ റൺ ആവുന്നത്. ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട് അബാബ്. അബാബ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അബാബ് എന്ന് പറയുന്നത്. ഈ അബാബ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ SAPയുടെ എല്ലാ പ്രോസസ്സിന്റെയും പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു R/3യുടെ വേർഷൻസ് എങ്ങനെയാണ് R/3 എന്ന് പറയുന്ന 3 ടയർ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേർഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. SAP R/1, അതുപോലെ R/2, R/3യുടെ തന്നെ പല വേർഷൻസും ഇവിടെ കാണുന്നുണ്ട്. ഓരോ ഇയേഴ്സിലും അപ്ഡേഷൻസ് ആണ് വന്നിട്ടുള്ള ഓരോ വേർഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിന്റെ ബാക്കി വേർഷൻസും ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഫുൾ വേർഷൻസ് എന്ന് പറയുന്നത്. SAP R/3യുടെ ഫുൾ വേർഷൻസ് ആണ്. ഗൈസ്, നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് SAP എന്റർപ്രൈസസ് കമ്പോണന്റ്, അതായത് സെൻട്രൽ കമ്പോണന്റ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 6.0 എന്ന് പറയുന്ന ഈ ഒരു വേർഷൻ ആണ് നമ്മളിപ്പം യൂസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. S/4HANA ആണ് ഇപ്പം മെയിൻലി യൂസ് ചെയ്യുന്നത്. പക്ഷെ S/4HANA എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ 2010 തന്നെ അവർ ഹൈലി കോൺഫിഗറേഷൻ ആയിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും ഇപ്പം ECC, അതായത് എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ് സെൻട്രൽ കമ്പോണന്റ് എന്നാണ് ECCയുടെ ഫുൾ ഫോം വരുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ECC 6.0 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് മേജർ ആയിട്ടും ഇന്ന് നമുക്ക് ഒരു എൻഡ് യൂസർ ലെവലിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഷൻ. അപ്പം R/3യുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആണ് SAP എന്റർപ്രൈസസ് സെൻട്രൽ കമ്പോണന്റ് 6.0 എന്ന് പറയുന്ന വേർഷൻ. ഇനി S/4HANA എന്ന് പറയുന്ന വേർഷൻ വന്നിട്ടുണ്ട്, അതുപോലെ അറീബ വന്നിട്ടുണ്ട്, ഹൈബ്രിഡ് വന്നിട്ടുണ്ട്. അങ്ങനെ അതിനെ വീണ്ടും വീണ്ടും ഇന്റഗ്രേഷൻ ചെയ്തിട്ടുള്ള ന്യൂ വേർഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിന്റെ എല്ലാം ഫുള്ളായിട്ടുള്ള കോൺഫിഗറേഷൻസും ഫുള്ളായിട്ട് അതിപ്പം ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഒരു കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക്ഔട്ട് ആവും, എത്രത്തോളം നമുക്ക് എത്രത്തോളം നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതിന്റെയൊക്കെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ECC എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മളുടെ മൈ SAPയുടെ ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് തന്നെ SAP ERP, അത് നമ്മളിപ്പം ഇത്ര നേരം നോക്കിയത് എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതുപോലെ തന്നെ SAP കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, അതുപോലെ സപ്ലയർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ്, ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, ഇങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മളുടെ മൈ SAPയിൽ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ന് കമ്പനീസുകൾ യൂസ് ചെയ്യുന്ന ഫുള്ളി അവർക്ക് ഒരു 99% സൊല്യൂഷൻ ആയിട്ട് കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് SAP ERP കൺസെപ്റ്റ്. ഓക്കെ, അതെന്താണ്, എങ്ങനെയാണ് നമുക്ക് ഒരു ഫുള്ളി സൊല്യൂഷൻ ആവുന്നത് എന്നുള്ളത് നോക്കാം. നോക്കിക്കേ, എങ്ങനെയാണ് സൊല്യൂഷൻസ്, എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിങ്ങിൽ ഉള്ളത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് തന്നെ ഫിനാൻഷ്യൽ, സെക്കൻഡ് ഓപ്പറേഷൻസ്, പിന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ്, കോർപ്പറേറ്റ് സർവീസസ്. ഇതെല്ലാം നമ്മളുടെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ആണ്. ആ ഫാക്ടേഴ്സിനെല്ലാം നമുക്ക് 100% തന്നെ സൊല്യൂഷൻസ് നമുക്ക് എന്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്ന ERP വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അതിലെ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഒരു കമ്പനി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു 65% ഓർ 70%ഓളം അവിടെ ഫിനാൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനാണ് ഇമ്പോർട്ടൻസ്, അല്ലെ? ഫിനാൻസ് ഇല്ലാണ്ട് ഒരു കാര്യവും നമ്മളുടെ കമ്പനിയിൽ നടക്കില്ല. എന്തിനും ഏതിനും നമുക്ക് ഫിനാൻസ് തന്നെയാണ് വേണ്ടത്. അപ്പൊ ERP ഫിനാൻഷ്യൽ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് നമുക്ക് ഉള്ളതെന്നുള്ളത് നോക്കാം. ഇപ്പം നമ്മളുടെ ഫിനാൻഷ്യൽസിൽ എന്തൊക്കെ ഫങ്ഷണാലിറ്റീസ് ആണ് എന്നുള്ളത്
നോക്കിക്കേ, നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ അസ്യൂം ചെയ്യുക. അവിടെ ഒരു ഫിനാൻഷ്യലിന്റെ ഒരു കാറ്റലോഗ് തന്നെ നമ്മൾ എടുക്കുക. അവിടെ നോക്കുമ്പം പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനും അതുപോലെ എന്താണ് എംപ്ലോയീസിന് സാലറി കൊടുക്കുക, എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ അല്ലെ. ഈ ഫിനാൻഷ്യലിനെ നമുക്ക് ഫങ്ഷണാലിറ്റീസ് ആക്കി കഴിയുമ്പോൾ ഫസ്റ്റ് തന്നെ അക്കൗണ്ടിങ്, റിപ്പോർട്ടിംഗ് ആൻഡ് അനലൈസിസ്, ഫിനാൻഷ്യൽ സപ്ലൈ ചെയിൻ, അതുപോലെ തന്നെ ട്രഷറി മാനേജ്മെന്റ്, ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ ഈ ഫിനാൻഷ്യൽസിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് നോക്കുന്നുണ്ട്, അതുപോലെ റിപ്പോർട്ടിംഗ് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ സപ്ലൈ ചെയിൻ നോക്കുന്നുണ്ട്, ട്രഷറി മാനേജ്മെന്റ് നോക്കുന്നുണ്ട്. ഈ എല്ലാ ഫങ്ഷൻസും ഓൺ ദ ബേസിസ് ഓഫ് ഫിനാൻഷ്യൽസ് ERP. ഇതുകൊണ്ടാണ് നമുക്ക് ഇതിനെല്ലാം ഒരു 100% സൊല്യൂഷൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് കൊണ്ടാണ് നമ്മളുടെ ഈ SAP അല്ലെങ്കിൽ മൈ SAP എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസുകൾ ഈ ഒരു സോഫ്റ്റ്വെയർസിനെ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഫങ്ഷണൽ മൊഡ്യൂൾസ്. SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസിലെ ഫങ്ഷണൽ മൊഡ്യൂൾസ് എന്ന് പറയുന്നത്, നമുക്ക് ഫങ്ഷണൽ മൊഡ്യൂൾസും ഉണ്ട്, ടെക്നിക്കൽ മൊഡ്യൂൾസും ഉണ്ട്. അതിൽ ഫങ്ഷണൽ മൊഡ്യൂൾസ് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളുടെ ഫീച്ചറും നമ്മളുടെ കരിയറും ഫങ്ഷണൽ മൊഡ്യൂൾസിന്റെ ബേസിസിലാണ് പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ദെൻ കൺട്രോളിങ്, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, മെറ്റീരിയൽ മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ പ്ലാനിങ്, ക്വാളിറ്റി മാനേജ്മെന്റ്, സർവീസ് മാനേജ്മെന്റ്, പ്രൊജക്ട് സിസ്റ്റം, അതുപോലെ തന്നെ പ്ലാന്റ്, ഹ്യൂമൻ റിസോഴ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ ഏറ്റവും അധികം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 70% നമുക്ക് എന്ത് തന്നെയാണ്, ഫിനാൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ബേസിസും ഈ കൺട്രോളിങ്ങും എന്താണെന്നുള്ളത് പറയാം. നമ്മുടെ ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ക്യാഷിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നമുക്ക് ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ നമുക്ക് അറിയാം എത്ര പ്രോഫിറ്റ് ഉണ്ട്, എത്ര ലോസ് ഉണ്ട് കമ്പനിയിൽ ആ മന്ത് അല്ലെങ്കിൽ ആ ഇയർ അല്ലെങ്കിൽ ആ 6 മന്തിനോ ക്വാർട്ടർലി എടുക്കുമ്പോൾ നമുക്ക് ആ ഫിനാൻഷ്യലി ആ ഒരു കമ്പനിക്ക് എത്രത്തോളം ക്യാഷിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പക്കയായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴാണ് ആണല്ലേ. പക്ഷേ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഒരു സെയിൽസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ട് ആ സെയിൽസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ മാത്രം ബേസ് ചെയ്തിട്ട് എത്രമാത്രം നമുക്ക് കോസ്റ്റ് വന്നിട്ടുണ്ട്, പ്രോഫിറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ് കൺട്രോളിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഓവറോൾ ആണ്. നമുക്ക് ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ ഓവറോൾ നമ്മുടെ പ്രോഫിറ്റ് എന്താണ്, അതുപോലെ ലോസ് എന്താണ്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ നമുക്ക് വേണ്ടത് ഇപ്പം ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ്, അല്ലെങ്കിൽ ഓരോ ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ബേസിസിലാണ് നമുക്ക് നമ്മളുടെ പ്രോഫിറ്റും നമ്മുടെ കോസ്റ്റും കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോളിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ യൂസ് ചെയ്യണം. അതിനാണ് ഇപ്പം നമ്മൾ മെയിൻലി ഈ 2 മൊഡ്യൂളും കൂടി മെർജ് ചെയ്ത് ഫിക്കോ എന്ന് പറയുന്ന മൊഡ്യൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒബിയസ്ലി നമ്മുടെ ഒരു കമ്പനി എടുത്തു കഴിയുമ്പോൾ ആ കമ്പനിയിൽ എന്തായാലും ക്യാഷ് ഫ്ലോ ഉണ്ടാവും, ക്യാഷിന്റെ ഔട്ട്ഫ്ലോ ഉണ്ടാവും, ഇൻഫ്ലോ ഉണ്ടാവും. ഈ ക്യാഷ് ഫ്ലോയിന്റെ ഡീറ്റെയിൽസ് പ്രോഫിറ്റും ലോസും ആണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും കോസ്റ്റും പ്രോഫിറ്റും അതുപോലെ തന്നെ അതർ എക്സ്പെൻസും ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ ഈ ഫിനാൻസിന്റെ കൂടെ തന്നെ കൺട്രോളിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളും ചേർത്ത് ഫിക്കോ എന്ന് പറയുന്ന മൊഡ്യൂൾസ് നമ്മൾ യൂസ് ചെയ്തു വരുന്നു. നെക്സ്റ്റ് നമുക്ക് വരുന്നത് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഒബിയസ്ലി നമുക്ക് അറിയാൻ പറ്റും സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ എന്റർപ്രൈസ് സ്ട്രക്ചറിൽ സെയിൽസ് ആണ്. അവിടെ ചിലപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഫിനിഷ് ഗുഡ്സിനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവാം. ഏതുമായിക്കോട്ടെ, നമ്മൾ ഇതെല്ലാം പർച്ചേസ് ചെയ്യുകയോ പ്രൊഡക്ഷൻ ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഗുഡ്സിനെ നമ്മൾ സെയിൽസ് ചെയ്യുക എന്നുള്ളതാണ് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ ചെയ്യുന്ന ഫങ്ഷൻസ്. ഇനി മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ സെയിൽസിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നുള്ള മൊഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ PP അറിയാം, പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആണ്. നമ്മുടെ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡക്ഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള BOM, ബിൽ ഓഫ് മെറ്റീരിയൽ പ്ലാൻ ചെയ്യുക, അതനുസരിച്ച്
ഒരു ഗുഡ്സിനെ നമ്മൾ റോ മെറ്റീരിയൽസിനെ നമ്മൾ ഒരു ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൺവേർട്ട് ആക്കുന്നതാണ് പ്രൊഡക്ഷൻ ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ഒബിയസ്ലി അതുപോലെ തന്നെയാണ് നമുക്ക് എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ്, നമ്മളുടെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, അതുപോലെ അവരുടെ സർവീസ് മാനേജ് ചെയ്യുക, പ്രൊജക്ട് സിസ്റ്റത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ പ്ലാന്റ് മെയിൻ്റനൻസ്, നമുക്കൊരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് ലൊക്കേഷൻ ഒക്കെ ബേസിസിലായിരിക്കും നമ്മളുടെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണ് റോൾ ഓവർ ചെയ്യുന്നത്. അപ്പം അത് നോക്കുക. പിന്നെ ഹ്യൂമൻ റിസോഴ്സസ്, ഒബിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് മെയിൻലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളുടെ ഈ HR എന്ന് പറയുന്ന മൊഡ്യൂളിന്റെ ബേസിസിലാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ SAPയുടെ ഫങ്ഷണൽ മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് ഒരു സ്റ്റുഡൻസിന് നമുക്ക് ഈ പറഞ്ഞ എല്ലാ മൊഡ്യൂൾസും പഠിക്കാൻ പറ്റില്ല. അവർക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മൊഡ്യൂൾസ് മാത്രമേ സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആ സെലക്ട് ചെയ്ത് പഠിക്കുന്ന ഏത് മൊഡ്യൂളാണോ ആ മൊഡ്യൂളിന്റെ ബേസിസിലായിരിക്കും നമുക്ക് ഏതെങ്കിലും കമ്പനിയിൽ റോള് നമുക്ക് കിട്ടുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു BCom ബേസിസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ അതല്ല, നിങ്ങൾക്ക് ഇപ്പം എനി ഡിഗ്രി ഉള്ള ഒരു സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മെയിൻലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് FICO എന്ന് പറയുന്ന മൊഡ്യൂൾ. ആർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾസ് ആണ്. അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അത്ര ടഫ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അല്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. പക്ഷേ ഇവിടെ മെയിൻലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും എന്താണ്, BCom എന്ന് പറയുന്ന ബാച്ചലർ ഓഫ് ഡിഗ്രി നമുക്ക് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കൂടുതൽ പ്രിഫറൻസ് കമ്പനി നൽകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ എല്ലാ മൊഡ്യൂൾസും നമ്മൾ സെപ്പറേഷൻ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ സെപ്പറേറ്റഡ് ആയിട്ട് സർട്ടിഫൈഡ് ആവുകയാണ് ഓരോ കാൻഡിഡേറ്റും. ഓക്കെ, FICO എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ആണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ FICO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് ആണ്. ഓക്കെ, ഇനി അതുപോലെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഒരു എൻഡ് യൂസർ കോൺഫിഗറേഷൻ ലെവലിൽ വരുന്ന ഒരു കാൻഡിഡേറ്റ്, ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഡെസിഗ്നേഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഫങ്ഷണൽ മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ മൊഡ്യൂൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് നമ്മളുടെ വശമല്ല. ടെക്നിക്കൽ മൊഡ്യൂൾ എന്ന് പറയുന്നത് ശരിക്കും ഈ ഫങ്ഷണൽ മൊഡ്യൂൾസിനെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ്. ഇപ്പം അബാബ്, ജാവ, C++ അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇല്ലേ, ഈ ലാംഗ്വേജസിനെയാണ് നമ്മൾ ടെക്നിക്കൽ മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾക്ക് പഠിക്കേണ്ട ആവശ്യമല്ല, അത് ശരിക്കും BTechകാര് അങ്ങനെയുള്ളവരുടെ കാറ്റഗറീസ് ആണ് അതൊക്കെ. ഓക്കെ, അപ്പം ഈ മെയിൻ SAPയുടെ ഫങ്ഷൻസ് മൊഡ്യൂൾസ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇവിടെ നമുക്ക് റോൾസ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ഒരു കൺസൾട്ടന്റിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റോൾസ് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ തന്നേക്കുന്നത്. കുറേ റോൾസ് ഉണ്ട്. നമ്മളുടെ ഒരു കമ്പനിയിൽ നമ്മൾ ഒരു കൺസൾട്ടന്റ് ആയിട്ട് നമ്മളെ നിയമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി, നമ്മുടെ റോൾ എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആ ഒരു ഇംപ്ലിമെന്റേഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യുക, ഡിസൈൻ ഉണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും കോൺഫിഗറേഷൻസ് ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ചെയ്തിട്ടുള്ളതിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ, മാക്സിമം അസിസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ അവരുടെ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യുക, ഇഷ്യൂസ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അവർക്ക് റിവ്യൂസ്, എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻസി ആയിട്ടുള്ള റിവ്യൂസ് അനലൈസ് ചെയ്യുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരുന്ന റോൾസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ഒരു ആസ് എ അക്കൗണ്ടന്റ് ആയിട്ട് നിങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ജോലിക്ക് കയറിയെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ആ അക്കൗണ്ട്സിന്റെ ഫുൾ, നിങ്ങളുടെ ഷിഫ്റ്റിംഗ് തീരുന്നത് വരെയുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെ തന്നെയാണ് അല്ലേ. അവിടെ വരുന്ന ക്യാഷ് ഫ്ലോയും ഇൻഫ്ലോയും A to Z കാര്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. അവിടെ ആർക്ക് എന്ത് ഡൗട്ട് വന്നാലും അല്ലെങ്കിൽ എന്തെല്ലാം ബാക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്ത് കാര്യത്തിനും നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സെയിം ആസ് ഇവിടെയും അങ്ങനെ തന്നെയാണ്. ആസ് എ ഒരു കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൽ എന്ത് പ്രശ്നം വന്നാലും അത് യൂസേഴ്സിന്റെ നോളേജിന്റെ കുറവോ കൂടുതലോ എന്ത് കാര്യം വന്നാലും
നമ്മളാണ് അവിടെ അസിസ്റ്റൻസ് ചെയ്യേണ്ടത്. അപ്പം ഈ എല്ലാ കാര്യങ്ങളുമാണ് നമ്മളുടെ റോൾസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗൈസ്, ഇതൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണ്. അതായത് നമ്മുടെ SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു റെഫറൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ഇത് കൂടാതെ ഉണ്ട്. ഇവരെല്ലാം ഈ കമ്പനീസുകളെല്ലാം മോസ്റ്റ്ലി നമ്മുടെ SAPയുടെ സോഫ്റ്റ്വെയർസ്, ഇപ്പൊ നമ്മൾ SAPയുടെ സോഫ്റ്റ്വെയർസ് കണ്ടായിരുന്നു അല്ലെ, SAP ബിസിനസ് കണ്ട്, അതുപോലെ തന്നെ മീഡിയം സ്കെയിലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 2 സോഫ്റ്റ്വെയർ കണ്ടു. അതുപോലെ SAP എന്ന് പറയുന്ന ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ കണ്ടു. അപ്പം ഈ 3 കാറ്റഗറി ആയിട്ട് നമ്മുടെ SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ തരംതിരിച്ചിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ യൂസ് ചെയ്യുന്ന കമ്പനീസുകൾ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആണ്, നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് ഈ ഇപ്പൊ ഡിസ്പ്ലേയിൽ കാണുന്ന ഓരോ കമ്പനീസും. ഇപ്പൊ ഇവരെല്ലാം തന്നെ SAP യൂസ് ചെയ്യുന്നവരല്ല. ഇതിൽ ബിസിനസ് 1 യൂസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ സ്യൂട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, SAP യൂസ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ആ 3 കാറ്റഗറിയിൽ വരുന്ന ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് ഈ കാണുന്ന കസ്റ്റമേഴ്സ്, ഈ കാണുന്ന ലോഗോസിൽ കാണുന്നവരൊക്കെ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാ വിധത്തിലാണെങ്കിലും ഇപ്പൊ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ പോലും നമുക്ക് അവിടെ ഫുള്ളി നമുക്കതൊരു അവിടെ ഒരു സൊല്യൂഷൻസ് നമുക്ക് കിട്ടാണ് എല്ലാ വിധത്തിലും. ഫിനാൻസിന്റെ കാര്യത്തിലായാലും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയാലും, വെണ്ടർ സാറ്റിസ്ഫാക്ഷൻ ആയാലും, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആയാലും, കമ്പനിയുടെ പ്രോഫിറ്റബിൾ ആയാലും ശരി, റിസോഴ്സസ് ആയാലും ശരി, എന്ത് കാര്യങ്ങൾ എടുത്താലും, ടൈം റെഡ്യൂസിങ്ങിന്റെ കാര്യത്തിലായാലും, എന്തൊക്കെ റിസ്കുകൾ വന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഈ SAP എന്ന് പറയുന്ന കൺസെപ്റ്റിലുണ്ട്. ഇനി നിങ്ങൾ ഒരു SAP കൺസൾട്ടന്റ് അല്ലെങ്കിൽ SAPയുടെ ഒരു എൻഡ് യൂസർ കോൺഫിഗറേഷൻ ലെവലിലെ ഒരു റോളാണ് നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനിക്കാം? അവിടുത്തെ കാര്യങ്ങൾ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്. നമ്മളുടെ ഏത് ബിസിനസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, ആ ബിസിനസ് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട്, അതുപോലെ തന്നെ ഒരുപാട് അതിനകത്ത് ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ സ്പീഡിൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്യൂർ ആയിട്ട് സ്പീഡിൽ കാര്യങ്ങൾ എവിടെ ഇരുന്നുകൊണ്ട്, നമ്മൾ ഏത് ലൊക്കാലിറ്റിയിലാണോ ഇരിക്കുന്നത് ആ ലൊക്കാലിറ്റിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളുടെ കോമൺ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ ഫീച്ചേഴ്സിനെ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബെനിഫിറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഈ SAP അല്ലെങ്കിൽ SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മളുടെ SAPയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മളുടെ SAPയുടെ ഒരു വിൻഡോയും കൂടി ഒന്ന് ലോഗോൺ ചെയ്ത് കാണിക്കാം. അപ്പം അതില് നമുക്ക് SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ലോഗോൺ ചെയ്ത് കിട്ടുമ്പോൾ സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നമ്മളുടെ SAP എന്ന് പറയുന്ന മെയിൻ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. മെയിൻ ഇന്റർഫേസ് ഇതായിരിക്കും. ഇവിടെ നിന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇവിടെ നിന്നിട്ട് നമ്മൾ ഓൾറെഡി SAPയുടെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ട്, കുറെ മൊഡ്യൂൾസ് ഉണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചു. ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു കൺസൾട്ടന്റ് അറിയുക. ആ കൺസൾട്ടന്റ് ബിസിനസിന്റെ നേച്ചർ ബേസ് ചെയ്ത് അവരുടെ നീഡ്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്ത് കോൺഫിഗർ ചെയ്യുക എന്നുള്ളത് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു. അപ്പൊ നമ്മൾ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഓരോ ഫീച്ചേഴ്സും നമ്മൾ കോൺഫിഗർ ചെയ്യണം. അങ്ങനെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ കോഡ് അഥവാ T-കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ട്രാൻസാക്ഷൻ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു സ്പേസിലാണ്. ഈ സ്പേസിനെ നമ്മൾ T-കോഡ് ഏരിയ എന്നാണ് പറയാം. ഇപ്പൊ ഞാനിവിടെ
ടി കോഡ് എൻ്റർ ചെയ്തു. നോക്കിക്കേ ഗൈസ്, ഇവിടെ നമുക്ക് ഞാനിപ്പോൾ OX15 ഇങ്ങനെ പറഞ്ഞൊരു ടി കോഡ് ക്രിയേറ്റ് ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ OX15 എന്ന് പറയുന്നത് ശരിക്കും ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള മെയിൻ കോഡാണ് ഈ ഒരു OX15 എന്ന് പറയുന്ന ടി കോഡ്. ഇതുപോലെ ഒരുപാട് ടി കോഡ്സ് ഉണ്ട്. എന്തൊക്കെ ഫീച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലത്തെ ടി കോഡ്സുകൾ ബേസ് ചെയ്തിട്ടാണ് ഓരോ കോൺഫിഗറേഷൻ സ്റ്റെപ്സും നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ ടി കോഡ് ഏരിയയിൽ ഞാൻ മെയിൻ സ്റ്റെപ്പിന്റെ ഒരു ടി കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ എന്താണോ ഈ OX15 എന്ന് പറയുന്ന ടി കോഡ് കൊണ്ട് നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത് ആ ഫീച്ചറിന്റെ വിൻഡോ നമ്മൾക്ക് ഓപ്പൺ ആയി വരും. അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ കോൺഫിഗറേഷൻസ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, ലൈക്ക് കമ്പനിയുടെ പേര്, കമ്പനിയുടെ അഡ്രസ്സ്, കമ്പനിയുടെ സ്ട്രീറ്റ്, പോസ്റ്റ് ബോക്സ്, അതുപോലെ കമ്പനിയുടെ ഫോൺ നമ്പർ, കോണ്ടാക്ട് നമ്പർ, മെയിൽ അഡ്രസ്സ്, ജിമെയിൽ, അതുപോലെ ഫാക്സ്, ഏത് കൺട്രി ആണ്, ഏത് കറൻസി ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇന്ത്യയൊക്കെ ആണെങ്കിൽ INR എടുക്കുക, അതുപോലെ തന്നെ US, UK, USD, അതുപോലെ തന്നെ കനേഡിയൻ, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പല കൺട്രീസുകളിൽ യൂസ് ചെയ്ത് വരുമ്പോൾ ആ കൺട്രീസിനെ ബേസ് ചെയ്തിട്ടുള്ള കറൻസീസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ആ കൺട്രിയുടെ ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. കോൺഫിഗർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഓപ്ഷൻ. നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഈ കോൺഫിഗറേഷൻസ് കംപ്ലീറ്റ് ആകുന്ന സമയത്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഒരു 6 to 12 മാസം കൊണ്ട് നമുക്ക് അത് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഡ്യൂറേഷൻ പറയാൻ പറ്റുക. നമുക്കത് കോൺഫിഗറേഷൻ ചെയ്ത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അറൗണ്ട് നമുക്ക് 1 crore മേളിൽ തന്നെ ഒരു സോഫ്റ്റ്വെയർ, ഈ SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യാൻ തന്നെ നമുക്ക് 1 crore മുകളിൽ തന്നെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ, അപ്പം 1 crore എബോവ് നമുക്ക് വരുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെങ്കിൽ അത്രയും റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ടേൺ ഓവർ ആയിട്ടുള്ള ഒരു കമ്പനിക്ക് മാത്രമേ ഈ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിനെ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ടേൺ ഓവറിങ്ങും അതേപോലെ കമ്പനിയുടെ സെക്യൂരിറ്റിയും ഈ സോഫ്റ്റ്വെയറിൽ നിന്നിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് മേജർ ആയിട്ട് എല്ലാവരും തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ സെക്ഷൻ വൈൻഡപ്പ് ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ SAPയുടെ മെയിൻ ഫങ്ഷൻസും SAPയുടെ മെയിൻ ഇമ്പോർട്ടൻസും SAP പഠിച്ചാലുള്ള നമ്മളുടെ കരിയർ ഗ്രോത്ത് എന്നുള്ളതും ഒക്കെ. ഇനി നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.